ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശോയെ, അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഈശോയെ, അതുപോലെ എല്ലാ വിവാഹ ആലോചനകളും ആരംഭിക്കുന്നവരുണ്ട്, ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശങ്കകൾ, ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും, അപ്പോഴും എന്ത് സംഭവിക്കും, ഞാനെന്ത് പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് എന്ത് പറയാൻ പറ്റും, ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തിയുടെ സംഭാഷണങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തുന്നതിന് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ജോലി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഈശോയെ, നഷ്ടപ്പെട്ട ജോലി വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് ഈശോയെ, ജപ്തി നടപടികളെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഈ നിമിഷം ആ വിഷയത്തിന് അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘകാലമായ ഇടത് മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നവരുണ്ട്, അത് കർത്താവ് തുറന്നു തരുന്നതായിട്ട് സന്ദേശമുണ്ട്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ നിന്റെ കുടുംബം ഈശോ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ഇന്നത്തെ യാത്ര ലക്ഷ്യങ്ങൾ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ കർത്താവിനെ നീങ്ങിപ്പോട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ചെയ്തു തീർക്കുന്നതിന് വേണ്ടി പലരുടെ സഹായം നിനക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തികൾക്കെല്ലാം രോഗവും ക്ഷീണവും പ്രയാസങ്ങളുമാണ്. അവരെല്ലാം കർത്താവ് സന്ധിക്കുകയും അവർ നിന്നോട് സഹകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കൃപയുണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു.